ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 25 മുതൽ 34 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുക. ക്രിസ്തു ശിഷ്യൻ്റെ മറ്റൊരു സവിശേഷത ഇന്ന് ഈശോ നമ്മുടെ പരിചിന്തനത്തിനായിട്ട് നൽകുകയാണ്. സ്വർഗരാജ്യം സ്വന്തമാക്കാൻ അവൻ്റെ ശിഷ്യനായി മാറാൻ ഈ ലോകം വലുതെന്ന് കരുതുന്ന പലതും ഉപേക്ഷിക്കണമെന്ന് ഈശോ പറയുകയാണ്. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുടുംബത്തെയും സ്വത്തിനെയും സമ്പത്തിനെയും സുഖഭോഗങ്ങളെയും നീ വലുതെന്ന് കരുതുന്ന എല്ലാം ഉപേക്ഷിക്കാതെ ദൈവരാജ്യത്തിൻ്റെ ശിഷ്യനാവുക നിനക്ക് സാധിക്കില്ല. അവിടുന്ന് 2 ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. ഒന്ന്, ഒരു ഗോപുരം പണിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. ഒരു ഗോപുരം പണിയാൻ ഇച്ഛിക്കുന്നവൻ അത് തീർക്കാനുള്ള പണം ആവത് തൻ്റെ കയ്യിലുണ്ട് എന്ന് ഉറപ്പാക്കാതെ പണി തുടങ്ങിയിട്ട് അത് പൂർത്തിയാക്കാനാവാതെ ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളഞ്ഞാൽ നാട്ടുകാർ കുറ്റപ്പെടുത്തും, പരിഹസിക്കും, അപമാനിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ നീ ചെറുതായിട്ട് മാറും. മുഴുവനും പണിയാനുള്ള പണവും സാങ്കേതികതയും സാധ്യതകളും നിന്റെ മുമ്പിലുണ്ട് എന്ന് ഉറപ്പാക്കാതെ അത് പണിയാൻ ശ്രമിക്കുന്നത് മൗഢ്യമാണ് എന്ന് ഈശോ പറയുന്നു. 20,000 പടയാളികളുമായിട്ട് തനിക്കെതിരെ യുദ്ധത്തിന് വരുന്ന ഒരു രാജാവിനോട് തൻ്റെ കയ്യിലുള്ള 10,000 കൊണ്ട് അതിനെ നേരിടാൻ സാധിക്കുമോ എന്ന് കണക്കുകൂട്ടി നോക്കാത്തവൻ നല്ല യുദ്ധ വീരനായ രാജാവല്ല. ഈ 10,000-ന് 20,000-ത്തെ തകർക്കാനുള്ള കരുത്ത് ഉണ്ട് എന്ന് ഉറപ്പില്ലെങ്കിൽ പിന്നെ അവൻ ചെയ്യേണ്ടത് രാജാവുമായിട്ട് ശത്രു രാജാവുമായിട്ട് രമ്യതയിലെത്തുക, അവനുമായിട്ട് കോംപ്രമൈസിലെത്തുക എന്നുള്ളതാണ്. ഈ ലോകത്തിൻ്റെ സാഹചര്യങ്ങളോട് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു ജീവിതം ക്രിസ്ത്യാനിക്കില്ല. അവൻ ചിലത് കീഴടക്കിയേ പറ്റൂ, അവൻ ചിലത് വെറുതുപേക്ഷിച്ചേ പറ്റൂ. ഈ ലോകത്തിന് വരുന്നതൊന്നും ദൈവരാജ്യത്തേക്ക് നമ്മളെ അനുധാവനം ചെയ്യില്ലെന്നും അവയുടെ പ്രൗഢിയിലും അവയുടെ അഹങ്കാരത്തിലും നിനക്കൊന്നും നേടിയെടുക്കാനാകില്ല എന്നുമുള്ള തിരിച്ചറിവ് ഉണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്. വേദനകളും കുരിശുകളും സഹനങ്ങളും നിൻ്റെ വഴികളിലുണ്ട്. അവയൊക്കെയാണ് നിൻ്റെ സ്വന്തമെന്ന് അവകാശപ്പെടാൻ നിനക്കുള്ളത്. നിൻ്റെ പാപത്തിൻ്റെയും നിൻ്റെ രോഗങ്ങളുടെയും കടബാധ്യതകളുടെയും സാമ്പത്തിക പ്രതിസന്ധികളുടെയും എല്ലാം കുരിശുകൾ അവൻ്റെ പാദാന്തികത്തിൽ നീ അർപ്പിക്കണം. നിനക്ക് ഉണ്ട് എന്ന് നീ അഹങ്കാരത്തോടെ കരുതുന്ന നിൻ്റെ വിലപിടിപ്പുള്ളതെല്ലാം ഉപേക്ഷിക്കാനുള്ള നല്ല തീരുമാനവും ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കണം. ഈശോയ്ക്ക് സ്വീകാര്യമായ ജീവിതം നയിക്കാൻ, അവിടുത്തെ കൃപയുടെ മകനായി മകളായിട്ട് തീരാൻ നമുക്ക് ആഗ്രഹിക്കണം. നമുക്ക് തമ്പുരാനാണ് വിലയുള്ള സ്വത്ത്. നമുക്ക് തമ്പുരാനെ അഭയം ഗമിക്കലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാഫല്യത. അതുകൊണ്ട് നല്ല ദൈവമേ, നിൻ്റെ കൃപയോട് ചേർത്ത് വെച്ച് നിൻ്റെ അനുഗ്രഹത്തിൻ്റെ മകനായി ജീവിക്കാനുള്ള അഭിഷേകം തരണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ശിഷ്യത്വത്തിന് വില കൊടുത്ത് ജീവിക്കാനുള്ള ആഗ്രഹം ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും.